പാലക്കാട് പെരുവമ്പ് ആൾക്കൂട്ട കൊലപാതകത്തിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. 2010 മാർച്ച് 9-നാണ് പെരുവമ്പ് സ്വദേശി രാജേന്ദ്രനെ പ്രതികൾ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. രാജേന്ദ്രന്റെ മാതാവ് രുക്മിണി കഴിഞ്ഞ 14 വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി പുറത്തുവരുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, ഒരു അമ്മ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ പരിസമാപ്തി എന്ന് കരുതാനാകുന്ന വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും പ്രവിധ, അങ്ങനെ തന്നെയാണ് പറയാൻ കഴിയുക. നീണ്ട 14 വർഷം രാജേന്ദ്രന്റെ അമ്മ രുക്മിണി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫലം കാണുന്നു എന്ന് വേണം കരുതാൻ. മുഴുവൻ പ്രതികൾക്കും, ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ പാലക്കാട് 1-ാം ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതികളെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകും. ഇത് 2010 നടക്കുന്ന ഒരു കേസാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന രാജേന്ദ്രനെ രാജേന്ദ്രനുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം വീട്ടിലെത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് അവിടെ പോസ്റ്റിൽ കെട്ടിയിട്ട് രാജേന്ദ്രനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പുതുനഗരം പോലീസിൽ ഈ സംഭവം നടക്കുന്ന ഉടനെ തന്നെ രാജേന്ദ്രന്റെ അമ്മ ബന്ധപ്പെട്ടെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് ഈ സംഭവ സ്ഥലത്ത് എത്തിയത്. അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയിൽ രാജേന്ദ്രനെ പ്രവേശിപ്പിച്ചത് തുടങ്ങിയ പരാതികളൊക്കെ ആ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ ഇത് വലിയ രീതിയിൽ വാർത്തയായതിന് പിന്നാലെ രൂപപ്പെടുകയും പിന്നീട് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തു പങ്കുവയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മധു കേസിനെയൊക്കെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ പറയുമ്പോൾ അതിനു മുൻപ് നടന്ന ഒരു ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ വേണം ഈ രാജേന്ദ്രന്റെ കേസിൽ കാണാൻ. എന്തായാലും ഈ കേസിൽ 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രവിധ. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.